കാർഡിയോ വർക്ക്ഔട്ട് ആണോ സ്ട്രെങ്ത് ട്രെയിനിങ് ആണോ, ഏതാണ് ഫാറ്റ് ലോസിന് ബെറ്റർ? നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വർക്ക്ഔട്ട് പാറ്റേണിന്റെ ഗോൾസ് ഡിഫറെന്റ് ആണ്. നമ്മൾ കാർഡിയോ ചെയ്യുന്നത് പൊതുവെ കാർഡിയോ വസ്കുലർ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനാണ്. അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ, പമ്പിങ്, അതൊക്കെ ഇംപ്രൂവ് ചെയ്യാനാണ് കൂടുതലും കാർഡിയോ ബെറ്റർ. പിന്നെ നമ്മൾ കാർഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് പല സോൺസിലായിട്ട് കൂടും. അപ്പൊ ആ സമയത്ത് നന്നായിട്ട് കാലറി ബേണിംഗ് നടക്കും. ഇനി സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ വരികയാണെങ്കിൽ ആ ഒരു ട്രെയിനിങ് പാറ്റേൺ മെയിൻലി മസിൽ സ്ട്രെങ്ത്തിനും മസിൽ എൻഡ്യൂറൻസിനും ഒക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. നമ്മൾ യൂഷ്വലി സ്ട്രെങ്ത് ട്രെയിനിങ് വെയിറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ മസിൽ സോർനെസ് യൂഷ്വലി വരാറുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസിൽ ഫൈബർ ബ്രേക്ക് ആവുകയാണ്. പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ ബ്രേക്ക് ഡൗൺ ആയ മസിൽ ഫൈബറിനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി റിപ്പയർ ചെയ്തെടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാർഡിയോയിൽ ആ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്താണ് കൂടുതലും കാലറി ബേൺ നടക്കുന്നത്. നേരെ മറിച്ച് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ റെസ്റ്റ് ചെയ്യുന്ന പീരീഡിൽ പോലും നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിന്? ഈ ഡാമേജ് ആയിട്ടുള്ള മസിൽ ഫൈബറിനെ റിപ്പയർ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടുള്ള എനർജി നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഈവൻ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തും രണ്ട് സമയത്തും കാലറി ബേൺ നടക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക കാർഡിയോ ചെയ്യുക. അത് നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലിന് അനുസരിച്ചിട്ടുള്ള കാർഡിയോ ചെയ്യുക, കൂടെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. രണ്ടിന്റെയും ഗോൾസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ രണ്ടിന്റെയും കോമ്പിനേഷൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക.